മണ്ണിന് പൊന്നിനേക്കാൾ പരിശുദ്ധിയും വിളവിന് വിലമതിക്കാനാകാത്ത വിശുദ്ധിയും കൽപ്പിക്കുന്ന കാർഷിക മഹിമ കണ്ടറിയാൻ അതിയടം ഗ്രാമത്തിലെത്തിയാൽ മതി. കൂട്ടായ്മയുടെ ഹർഷാരവങ്ങളിൽ പുതുതുടിപ്പുകൾ വിടരുന്ന വയലുകൾ, പണിയായുധങ്ങളേന്തിയ കൈകൾ, ഒത്തൊരുമയുടെ പടപ്പാട്ടുകൾ രചിക്കുന്ന പടനിലങ്ങളാണ് ഇവിടെ പാടങ്ങൾ. നാട്ടുകാർ ഒന്നടങ്കം തോളോട് തോൾ ചേർന്ന് കാർഷിക വിദ്യ പ്രയോഗിക്കുന്ന പാഠശാലയാണ് ഈ ഗ്രാമം. ഗ്രാമീണ നിഷ്കളങ്കതയിൽ ഊട്ടിയുറപ്പിച്ച ഒരൈക്യഗാഥയാണ് ഈ മണ്ണിൽ മുളപൊട്ടുന്നത്. ഹൃദയം കൊണ്ടും അധ്വാനശക്തി കൊണ്ടും ഹരിതലോകത്തിന്റെ നന്മ തിരിച്ചറിഞ്ഞ ഈ കൂട്ടായ്മയെ സ്ത്രീ ശാക്തീകരണം, പുരുഷ സ്വാശ്രയ സംഘം എന്നൊക്കെയുള്ള വിഭാഗീയമായ വട്ടപ്പേരുകൾ കൊണ്ടൊന്നും വിശേഷിപ്പിക്കാനാവില്ല. ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ജനകീയമായ ഒരു കാർഷികോത്സവമാണ്. നാടിന്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയ്ക്ക് നട്ടെല്ല് നൽകുന്ന അടിസ്ഥാന മുന്നേറ്റത്തിനാണ് ഇവിടെ കളമൊരുങ്ങുന്നത്. കല്ലും മുൾക്കാടും കട്ടപിടിച്ചു കിടന്ന പാഴ്നിലങ്ങളെയാണ് പച്ചപ്പട്ടുടുപ്പിച്ചെടുത്തത്. കൃഷി ഈ മണ്ണിൽ ഒരു സാഹസികത കൂടിയായിരുന്നു. പൊട്ടക്കുളത്തെ പാടുപെട്ട് ജലസംഭരണിയാക്കി മാറ്റിയതിലുൾപ്പെടെ ഈ സാഹസികത സുവ്യക്തമാണ്. നിലമൊരുക്കുന്നതിലും വിത്ത് നടുന്നതിലും വെള്ളമൊഴിക്കുന്നതിലും വിളവെടുക്കുന്നതിലുമെല്ലാം കൂട്ടായ്മയുടെ കരുത്ത് വീറുകാട്ടുന്നത് കാണാം. അധ്വാനത്തെ ആഘോഷമാക്കുന്ന സംഘമുന്നേറ്റത്തിൽ അണിനിരക്കാൻ സാമൂഹ്യ പ്രവർത്തകരും ജനപ്രതിനിധികളുമെല്ലാം അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. സംസ്ഥാന കൃഷിവകുപ്പ് ആവിഷ്കരിച്ച സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുടെ ജില്ലാതല ക്ലസ്റ്റർ പുതിയതിൽ ഉൾപ്പെടുത്തിയാണ് അതിയടം പച്ചക്കറി ക്ലസ്റ്റർ രൂപീകരിക്കുന്നത്. 5 ഹെക്ടറിൽ ആസൂത്രണം ചെയ്ത കാർഷിക പ്രൊജക്ടിന് കൃഷിഭവൻ ചെറുതാഴം മേൽനോട്ടം വഹിക്കുന്നു. ഈ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നെൽവയലുകളും കരനിലങ്ങളും ഇതിനുവേണ്ടി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്ത്രീയമായ രീതികളും നാട്ടറിവുകളും സമന്വയിപ്പിച്ചുകൊണ്ട് മാതൃകാപരമായ കൃഷിത്തോട്ടം വികസിപ്പിച്ചെടുക്കുവാൻ ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ സാധിച്ചത് ക്ലസ്റ്റർ അംഗങ്ങളുടെ നിശ്ചയദാർഢ്യത്തെ സാക്ഷ്യപ്പെടുത്തുന്നു. ആവശ്യമായ വിത്തുകൾ ശേഖരിച്ചത് കരിമ്പം ജില്ലാതല കൃഷിഫാമിൽ നിന്നുമാണ്. പന്നിയൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെ ഉപദേശപ്രകാരമുള്ള ശാസ്ത്രീയ സംവിധാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് വിത്ത് പരിപാലനത്തിലും കീടനിയന്ത്രണത്തിലും നൂതന മാർഗ്ഗങ്ങൾ സ്വീകരിച്ചു. കൃഷിഭവൻ മുഖേന വിഭാവനം ചെയ്ത സമഗ്ര പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം ഭക്ഷ്യസുഭിക്ഷയും സുരക്ഷിത ഭക്ഷണവുമാണ്. ഈ ലക്ഷ്യത്തിനു വേണ്ടി ചിട്ടപ്പെടുത്തിയ കാർഷിക സിലബസിനെപ്പറ്റി കൃഷിഭവൻ ചെറുതാഴം അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് KN അജയകുമാർ വിശദീകരിച്ചു. ഭക്ഷ്യസുരക്ഷ, സുരക്ഷിത ഭക്ഷണം എന്ന ലക്ഷ്യവുമായി കേരള കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതി. സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതി 2012-13 ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറുതാഴം കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സഹായത്തോടു കൂടിയാണ് അതിയടത്ത് ഒരു ജില്ലാതല ക്ലസ്റ്റർ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. 5 ഹെക്ടർ സ്ഥലത്ത് ജൈവികമായ രീതിയിലാണ് പച്ചക്കറി കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സുരക്ഷിത ഭക്ഷണം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് കൃഷി രീതികളെല്ലാം പൂർണ്ണമായും ജൈവികമായി മാറ്റിയിട്ടുണ്ട്. ജൈവ കീടനാശിനികൾ, ജൈവ കുമിൾനാശിനികൾ, ഫിറമോൺ ട്രാപ്പുകൾ,
മുതലായവയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 100% വിജയിപ്പിക്കുന്നതിന് വേണ്ടി അതിയടം ക്ലസ്റ്ററിന് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ ധനസഹായം കൃഷി വകുപ്പ് ഈ പദ്ധതിക്ക് നൽകുന്നുണ്ട്. അതിൽ ജലസേചനത്തിന് വേണ്ടിയുള്ള പമ്പ് സെറ്റ്, അതുപോലെ വളപ്രയോഗത്തിനും മറ്റ് ജൈവിക സസ്യ സംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനും വേണ്ടിയുള്ള ചെലവുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തരിശുനിലങ്ങളില്ലാത്ത ഒരു പഞ്ചായത്തിനെ വിഭാവനം ചെയ്യുന്നതാണ് ഈ പദ്ധതികളെന്ന് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. ഭക്ഷ്യ സുരക്ഷയുടെ ഭാഗമായിട്ട് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുറെ വർഷങ്ങളായി സമഗ്ര പച്ചക്കൃഷിയിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനിടയിൽ തന്നെ പച്ചക്കൃഷിയിൽ വലിയ നേട്ടം കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചക്കൃഷി നടത്തിയ ഗ്രൂപ്പുകൾക്ക് സർക്കാരിന്റെ അവാർഡുകൾ ലഭ്യമായിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ തലശ്ശേരി കിടക്കുന്ന എല്ലാ സ്ഥലത്തും കൃഷി ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനാവശ്യമായ രീതിയിലുള്ള പദ്ധതിയിൽ ഫണ്ട് വെച്ചുകൊണ്ട് ആവശ്യമായ രീതിയിലുള്ള ആസൂത്രണം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ അതിയടം ഭാഗത്ത് മുൻകാലങ്ങളിൽ നല്ല പച്ചക്കൃഷി നടത്തുന്ന ഒരു പ്രദേശമായിരുന്നു. പക്ഷെ ഇടക്കാലത്ത് എന്തുകൊണ്ടോ അത് കൈമോശം വന്നു. തീർച്ചയായും ഈ ഒരു സംരംഭം ഞങ്ങൾക്ക് ഏറെ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. കൈമോശം വന്ന ഈ നാട്ടിലെ സംസ്കാരം വീണ്ടെടുക്കാനും പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷി അതിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഏറെ ആവേശമുണ്ടാക്കുന്ന അനുഭവമാണ് ഇത്. കേരളത്തിനാകെ മാതൃകയാക്കി എടുക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയാൻ. കറിവേപ്പില പോലും ഉൽപ്പാദിപ്പിക്കാൻ മെനക്കെടാത്ത ഒരിടത്താണ് മുഴുവൻ പച്ചക്കറികളുടെയും സമ്പൂർണ്ണ കലവറ തന്നെ കരുപ്പിടിപ്പിച്ചിരിക്കുന്നത്. പദ്ധതി പ്രയോഗത്തിലെത്തിക്കാൻ കഴിയുമോ എന്ന ആശങ്ക തുടക്കത്തിലുണ്ടായിരുന്നുവെങ്കിലും കൂട്ടായ പരിശ്രമം എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നു എന്നതിന് അടിവരയിടുകയാണ് ക്ലസ്റ്റർ കമ്മിറ്റി ചെയർമാനായ പരിപ്പായില്ലത്ത് നാരായണൻ നമ്പൂതിരി. ഞങ്ങളൊരു 29 പേര് ഒത്തുചേർന്ന് കൂട്ടായിട്ട് ചേർന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയായി ഇത്. ആദ്യം പിന്നെ ഇതിനൊരു വലിയൊരു ഭയപ്പാടുണ്ടായിരുന്നു. ഇത് എങ്ങനെ ഇത് കൃഷി ഓഫീസർമാരും അവരെല്ലാം പറഞ്ഞ സമയത്ത് പിന്നെ ഇത് എങ്ങനെ ഇത് നടത്തിച്ചു കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. ഒരു നെഗറ്റീവ് സമീപനമായിരുന്നു പലവരുടെയും. പക്ഷെ എന്തോ ഇപ്പം ഇത് കണ്ട് ഇന്നത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇത് വളരെയധികം ഒരു വിജയപ്രദമായിട്ടുള്ള ഒരു പരിപാടിയായി തോന്നുന്നുണ്ട്. നമ്മൾ മാരകമായ വിഷം കർണാടകയിൽ നിന്നും പിന്നെ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന പച്ചക്കറികളിലെല്ലാം മാരകമായ വിഷം ഉള്ള പച്ചക്കറി പകരം ഒരു ചെറിയ ഒരു ആശ്വാസം എന്ന് മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. ഒരുപാട് പിന്നെ സ്ത്രീകളുടെ ഒരു കൂട്ടായ ഒരു അധ്വാനം അവരെല്ലാം പ്രത്യേകം അഭിനന്ദിക്കേണ്ട ഉണ്ട്. ഇത് വൻ വിജയമായിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിയടം പച്ചക്കറി ക്ലസ്റ്ററിൽ അംഗങ്ങളായ 29 പേരും ഊർജ്ജസ്വലമായ പങ്കാണ് നിറവേറ്റുന്നത്. ദൈനംദിന തൊഴിലുകൾക്ക് പോലും അവധി പറഞ്ഞാണ് അവർ പാടത്തെത്തുന്നത്. നാട്ടിലുണ്ടാക്കിയ അഭൂതപൂർവമായ ആവേശം അലതല്ലുകയാണ് MP സുനിതയുടെ വാക്കുകളിൽ. ഇവിടെ നമ്മളെ വാർഡിൽ 30 ആള് ഉണ്ട്. ഇനി എല്ലാവർക്കും നല്ല ആദ്യമെല്ലാം ഭയങ്കര പേടിയുണ്ടായിന്. ഇത്രയും വലിയ ഇത് തുടങ്ങുമ്പോൾ വെള്ളം കിട്ടൂല എന്നുള്ളൊരു പേടിയുണ്ടായിന്. പിന്നെ കുളത്തിലെ ചളിയെല്ലാം എടുത്തോണ്ട് ഇപ്പം വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. മോട്ടറും വെച്ചുമല്ല, അതിന് മുമ്പേ വെള്ളം എടുത്തിട്ട് തന്നെ ഒഴിക്കല്. ഇപ്പം ഇതെല്ലാം പറിക്കുമ്പോൾ കുറച്ച് നല്ല സന്തോഷം തന്നെ. അത് ചെലവാകുന്നില്ല. അല്ലടിക്കും പീടിയ കൊടുക്കുമ്പോൾ പൈസ കുറച്ചേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പം നെരുമ്പുറത്ത് വെച്ചിട്ട് 2 ദിവസം നമ്മൾ വിറ്റു. അന്നേരം എല്ലാവരും പ്രോത്സാഹനമുണ്ട്. അതുകൊണ്ട് ഇന്നും നമ്മ വിൽക്കാൻ തന്നെ പോകുന്നു. വൈകുന്നേരം ആകുമ്പോൾ ഒരു മണിക്കൂർ നന്നാൽ തന്നെ എല്ലാം കഴിയുന്നുണ്ട്. അധ്വാനിക്കുന്നവരുടെ ആവേശത്തുടിപ്പുകൾ അതേപടി ഈ തോട്ടത്തിലെ ഓരോ ചെടിയുടെയും മുകുളങ്ങളിൽ പതിഞ്ഞുകിടപ്പുണ്ട്. പാവലും പടവലവും പയറും പാൽച്ചിരങ്ങയും താലോലിയും കുമ്പളവും മത്തനും വെള്ളരിയും വെണ്ടയും വിളഞ്ഞു നിൽക്കുന്ന നിറസമൃദ്ധി കാഴ്ചയുടെ 7 വർണ്ണങ്ങളും ദീപ്തമാക്കുന്നു. വരണ്ട മണ്ണിന്റെ നരയും ചുളിവും മാറ്റിയെടുത്ത് അതിയടത്തെ ഹരിതാഭമാക്കാനുള്ള ഒരു കാർഷിക പഞ്ചാംഗം ഇവർ നിർണയിച്ചു കഴിഞ്ഞു. ക്ലസ്റ്റർ കമ്മിറ്റിയുടെ കൺവീനറായ NB ദാമോദരന്റെ അവലോകനത്തിൽ നിന്നും നാടിന്റെ മാറുന്ന കാർഷിക മുഖം തെളിഞ്ഞു കാണാം.
ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഈ പദ്ധതിയെ മുന്നോട്ട് നയിക്കാനുള്ള ആത്മവിശ്വാസവും വ്യക്തമാണ്. ഏകദേശം ഒരു 3 മാസം മുമ്പ് ജനുവരി 11-ാം തീയതിയാണ് നമ്മൾ ഇതിന്റെ ആദ്യ യോഗം ചേർന്ന് ഇങ്ങനെ ഒരു ക്ലസ്റ്റർ കമ്മിറ്റി രൂപീകരിച്ചത്. അവിടുന്ന് ഇങ്ങോട്ട് അതിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 1-ാം തീയതിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പച്ചക്കറി ക്ലസ്റ്ററിന്റെ വിത്ത് നടിയിൽ ഉദ്ഘാടനം ചെയ്തത്. അതിൽ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. അവിടെ നിന്നിങ്ങോട്ട് കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെയും അതുപോലെ തന്നെ ഈ ക്ലസ്റ്ററിലുള്ള 29 അംഗങ്ങളുടെയും വളരെ കഠിനമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ രീതിയിൽ ഇന്ന് പൊതുവെ ഇതിനെപ്പറ്റി നല്ല ഒരു അഭിപ്രായം ഉണ്ടാകുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. കൂട്ടായ്മയുടെ കരുത്തുകൊണ്ട് ഈ ദേശത്തിന്റെ ഹരിതമുഖം മാറ്റിവരയ്ക്കപ്പെട്ടു. അധ്വാനത്തിന്റെയും സംഘശക്തിയുടെയും താളം ഈ കൃഷിനിലത്തെ ചടുലമാക്കിക്കൊണ്ടിരിക്കുന്നു. ചവിട്ടി നിൽക്കുന്ന മണ്ണിന്റെ ആത്മാവ് കണ്ടറിഞ്ഞ കലാകാരന്മാരാണ് ഇവിടുത്തെ കൃഷിക്കാരും കർഷക തൊഴിലാളികളുമെന്ന് നിസ്സംശയം പറയാം. സ്വയം പര്യാപ്തമായ ഒരു പച്ചക്കറി ഗ്രാമം കൈപ്പിടിയിലൊതുക്കാനുള്ള ഈ ദേശവാസികളുടെ സ്വപ്നം മഹനീയവും മനോഹരവും ഉദാത്തവുമായ ഒരു പ്രകൃതി ദർശനമാണ്.